കൂട്ടുകാർ ഇന്റർനെറ്റ് ഇപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് കാര്യമായിട്ട് അതിൻ്റെ സ്പീഡിലൊക്കെ ഒരു വ്യത്യാസം വരാറില്ല. അതായത് പഴയ സ്പീഡ് കിട്ടുന്നില്ല, നല്ല സ്ലോ ആണ്. എനിക്കുൾപ്പെടെ ഒരുവിധം കൂട്ടുകാർക്കൊക്കെ ഉള്ള ഒരു പരാതിയാണ് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെയും ബാൻഡ് വിഡ്ത്തിൽ കാര്യമായ ഇഷ്യൂസ് ഉണ്ട്. കാരണം ഇന്ന് ഒരുവിധം ജനങ്ങളെല്ലാം വീട്ടിലിരിക്കുകയാണ്. വർക്കിൻ്റെ ആവശ്യത്തിനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റിക്ക് ആയിക്കോട്ടെ, എല്ലാവരും ഇപ്പോൾ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലൊക്കെ ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഇന്റർനെറ്റിന് കാര്യമായ തടസ്സങ്ങളും അതോടൊപ്പം തന്നെ പഴയ വേഗതയൊക്കെ കിട്ടാത്ത പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇനി എങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന ഇന്റർനെറ്റ് നമ്മുടെ മൊബൈൽ ഫോണിൽ പരമാവധി വേഗതയോടെ ഉപയോഗിക്കാം എന്നാണ് ഇന്ന് കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുന്നത്. അതിനു മുന്നേ ഉദാഹരണത്തിന് ഞാനൊരു ചെറിയ കാര്യം പറയാം. ഇത് ഡാറ്റ കേബിളാണ്. നിങ്ങളിതൊരു വെള്ളം പോകുന്ന ഒരു പൈപ്പായിട്ട് സങ്കല്പിക്കുക. എനിക്ക് ഇതിൻ്റെ ഇവിടോട്ടാണ് കൂടുതൽ വെള്ളം ആവശ്യം. ഇതിലൂടെ വെള്ളം വരുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിലെല്ലാം ഓരോ ഹോൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താകും അവസ്ഥ? നമുക്ക് എൻഡിലേക്ക് എത്തുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ഫോഴ്സ് ഒന്നാകെ കുറഞ്ഞിട്ടുണ്ടാകും. കാരണം ഇവിടെ എല്ലാം വെള്ളം ലീക്കായി കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ ഉള്ള അവസ്ഥ. നമ്മൾ പോലും അറിയാതെ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി, ഇപ്പോൾ ഉദാഹരണത്തിന് വാട്സാപ്പ് അല്ലെങ്കിൽ യൂട്യൂബിലൊരു വീഡിയോ കാണുകയാണെങ്കിൽ അതിനത് കാര്യമായിട്ട് ബാധിക്കും. കാരണം എല്ലാ ആപ്ലിക്കേഷനും കൂടി ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സ്പീഡ് എല്ലാ ആപ്ലിക്കേഷനും സ്പ്ലിറ്റ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ആപ്ലിക്കേഷനും മാത്രം എങ്ങനെ ഇന്റർനെറ്റ് കണക്ഷൻ അവൈലബിൾ ആക്കാം, ബാക്കിയുള്ള എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാം എന്നാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞാൻ കീരൂസ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആണ് കാണാൻ കഴിയുക. ഇവിടെ ഒരു പച്ച ബോക്സിൽ ഒരു സ്റ്റാർട്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ താഴെ തന്നെ കൂട്ടുകാർക്ക് ഒരു ചെറിയ ബോക്സ് കാണാൻ കഴിയും. അതിനോട് ചേർന്ന് ഓട്ടോ സ്റ്റാർട്ട് ഓൺ ബൂട്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഈ ഒരു ബോക്സ് എന്തായാലും ക്ലിക്ക് ചെയ്തിട്ട് എനാബിൾ ചെയ്ത് കൊടുക്കണം. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോഴോ അഥവാ നമ്മുടെ മൊബൈൽ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യപ്പെടുന്ന സമയത്തോ ഈ ഒരു ആപ്ലിക്കേഷൻ അതിനോടൊപ്പം തന്നെ വർക്ക് ചെയ്ത് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ബോക്സ് എനാബിൾ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് താഴെയായിട്ട് 4 ടാബ് അഡീഷണൽ കാണാൻ കഴിയും. പെൻഡിങ്, ആപ്സ്, ഗ്ലോബൽ, ലോഗ്സ്. നമ്മൾ പുതിയതായിട്ട് ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻസുകൾ ഇന്റർനെറ്റ് കണക്ഷൻ ആക്സസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് വരും. ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസിന് ഇന്റർനെറ്റ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. വേണമെങ്കിൽ മാത്രം നിങ്ങൾ എലോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കാരണം ഇവിടെ ഒരു ബോക്സ് നിങ്ങൾക്ക് വരുന്നത് കാണാൻ കഴിയും. പുതിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വേണ്ട എന്നുണ്ടെങ്കിൽ ഡെനി എന്ന് കൊടുക്കാം. ആപ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തോട്ട് ചെല്ലാം. നമ്മുടെ മൊബൈൽ ഫോണിൽ ഉള്ള എല്ലാ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും ഇതുപോലെ കൂട്ടുകാർക്ക് കാണാൻ കഴിയും. ഫസ്റ്റ് ആയിട്ട് ആപ്ലിക്കേഷന്റെ ഐക്കൺസും, രണ്ടാമതായിട്ട് വൈഫൈയുടെ സിഗ്നൽസും, മൂന്നാമതായി മൊബൈൽ ഡാറ്റയുടെ ഡീറ്റെയിൽസും, നാലാമതായിട്ട് ആപ്ലിക്കേഷന്റെ നെയിമും മറ്റു കാര്യങ്ങളെല്ലാം ഇതുപോലെ കൂട്ടുകാർക്ക് കാണാൻ കഴിയും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിന് ഏതൊക്കെ ആപ്ലിക്കേഷൻ ആണോ ഇന്റർനെറ്റ് ആവശ്യം ആ ആപ്ലിക്കേഷൻ മാത്രം ഇവിടെ അലോ ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ബ്ലോക്ക് ചെയ്യാം. ഉദാഹരണത്തിന് ഞാൻ വാട്സാപ്പ് ഒന്ന് ജസ്റ്റ് എടുക്കുകയാണ്. ഇപ്പോൾ വാട്സാപ്പിന് ഇവിടെ 2 ടിക്ക് കാണുന്നുണ്ട് അല്ലേ? ഈ 2 ടിക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സാപ്പിന് ഇന്റർനെറ്റ് കണക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വാട്സാപ്പിൻ്റെ ഇന്റർനെറ്റ് കണക്ഷൻ ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിനായിട്ട് ഈ 2 ബോക്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു റെഡ് ബോക്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി മുതൽ നമ്മുടെ മൊബൈൽ ഫോണിന് വാട്സാപ്പിന് മാത്രം ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടില്ല. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാ ആപ്ലിക്കേഷൻ്റെ ഇന്റർനെറ്റും ബ്ലോക്ക് ചെയ്തു കൊടുക്കാം. ആ ആപ്ലിക്കേഷനൊക്കെ ഇന്റർനെറ്റ് ആവശ്യം വരുന്ന സമയത്ത് മാത്രം എനാബിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഹോമിലോട്ടൊന്ന് തിരിച്ചു വന്നതിന് ശേഷം നമുക്കിവിടെ സ്റ്റാർട്ട് കൊടുക്കാം. ഫസ്റ്റ് ടൈം ചെയ്യുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒരു കൺഫർമേഷൻ വരും. അപ്പോൾ നമ്മളത് ഓക്കെ എന്നും കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ വാട്സാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇനി വാട്സാപ്പിൽ ഞാനൊരു മെസ്സേജ് അയക്കുകയാണ്. കീരൂസ് ഒന്ന് ടൈപ്പ് ചെയ്തു, സെൻഡ് ചെയ്തു. ആ മെസ്സേജ് ഇവിടുന്ന് സെൻഡ് ആവില്ല, കണ്ടോ? അതെങ്ങനെ നിൽക്കും. ഇനി ഞാൻ എൻ്റെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യാം.
ഇപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോൾ യൂട്യൂബ് എല്ലാം ഓപ്പൺ ആയി വന്നു. നമുക്ക് ഇനി ഏതെങ്കിലും ഒരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കൊണ്ട് ചോർത്തിയെടുക്കാൻ കഴിയുന്ന ഒട്ടനവധി ആപ്ലിക്കേഷൻസുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അപ്പോൾ യൂട്യൂബ് എല്ലാം നന്നായിട്ട് സ്മൂത്തായിട്ട് പ്ലേ ആവുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ വാട്സാപ്പിൻ്റെ ഇൻ്റർനെറ്റ് ബ്ലോക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഇവിടുന്ന് മെസ്സേജുകൾ പോകുന്നതല്ല. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് തിരിച്ചു വരാം. അതിനുശേഷം ഇനി നിങ്ങൾക്ക് വാട്സാപ്പ് എനാബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മെസ്സേജ് സെൻഡ് ആയത് കൂട്ടുകാർക്ക് കാണാൻ കഴിയും. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർനെറ്റും നമുക്ക് ഇതുപോലെ ബ്ലോക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസുകളൊന്നും ഒരു തരത്തിലും ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുന്നതല്ല. നമുക്ക് നമ്മുടെ കിട്ടുന്ന ഇൻ്റർനെറ്റ് പരമാവധി സ്പീഡോട് കൂടിയിട്ട് സ്റ്റേബിളായിട്ട് ഉപയോഗിക്കാനും കഴിയുന്നതാണ്. ഇവിടെ പെൻഡിങ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ കാണാൻ കഴിയും. ഇപ്പോൾ IMO അല്ലെങ്കിൽ മറ്റ് ആപ്പുകളെല്ലാം ഇൻ്റർനെറ്റ് കണക്ഷൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഗെയിം സെൻറ്ററിന് ഇൻ്റർനെറ്റ് കണക്ഷൻ കൊടുക്കണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡെനി എന്നിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കും. നമുക്ക് ജസ്റ്റ് ഒന്നുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷന് ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടുന്നതല്ല. കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആപ്സിലോട്ട് വന്നിട്ട് ഇതുപോലെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് പിന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുകയുള്ളൂ. ഇന്നത്തെ ഈ ഒരു അറിവ് കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന കൂട്ടുകാർക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ യൂട്യൂബ് ചാനലാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ആ ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതെല്ലാം അങ്ങോട്ട് എനാബിൾ ആക്കി കൊടുക്കുക. ഇനി ഫേസ്ബുക്കിൽ നമ്മുടെ വീഡിയോകൾ കൂട്ടുകാർക്ക് ആവശ്യമെങ്കിൽ ഇത് നമ്മുടെ ഫേസ്ബുക്ക് പേജാണ്. ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. നമ്മൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയത്ത് കൂട്ടുകാരുടെ മൊബൈൽ ഫോണിലും ഒരു നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്. വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്ക് ഇവിടെ സൈനിങ് ഓഫ് കീരൂസ്.